മറ്റാരെ പോലെയും ലൈഫിൽ എപ്പോഴും ഹെൽത്തി ആൻഡ് ഫിറ്റായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാനും. അതിനുവേണ്ടി ഞാൻ എപ്പോഴും വർക്ക് ചെയ്യുകയും ചെയ്യുമായിരുന്നു. ഇപ്പം നാട്ടിലായിരുന്നപ്പോൾ ഞാൻ യോഗ അങ്ങനത്തെ കുറേ പ്രാക്ടീസസൊക്കെ ഇൻക്ലൂഡ് ചെയ്യായിരുന്നു എൻ്റെ ഡേ ടു ഡേ ലൈഫിൽ. സോ ദാറ്റ് നമുക്കൊരു ഹെൽത്തി ബോഡി ആൻഡ് നല്ല ഫിറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞ് UK വന്നൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളെന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട് അറിയാം, ഞാൻ കുറച്ച് വെയിറ്റ് ഗെയിനൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊരു ഹാപ്പിനെസ്സിൻ്റെ ഭാഗമായിട്ടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനങ്ങനെ ഭയങ്കര ഫുഡിയോ അങ്ങനെയൊന്നുമല്ല, ഭയങ്കര ഹെൽത്തി ആയിട്ട് കഴിച്ച് അങ്ങനെയെല്ലാം വളരെ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ തിരിച്ച് UK വന്നപ്പോൾ എനിക്കിതൊരു ഭയങ്കര ഒരു ചലഞ്ചിങ് ആയിരുന്നു. അതായത് എന്താ പറയുക, തിരിച്ച് എൻ്റെ പഴയ ഫോമിലേക്ക് വരിക, ടമ്മി ഫാറ്റൊക്കെ കുറയ്ക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര എന്താ പറയുക ഒരു എക്സൈറ്റിങ് ചലഞ്ചായിരുന്നു. ആൻഡ് എനിക്കറിയാം നബി കൂടെ ഉണ്ടെങ്കിൽ എന്താണ് നോ മാറ്റർ വാട്ട് ഞാൻ തിരിച്ചെൻ്റെ പഴയ ഫോമിലെത്തും എന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ JDയിലാണ് ഫസ്റ്റ് ജോയിൻ ചെയ്തത്. അപ്പോൾ അബിക്ക് കൈക്കൊരു ചെറിയ ഫ്രാക്ചറൊക്കെ ആയിട്ട് അവൻ എന്നെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ JDയിൽ ജോയിൻ ചെയ്തു. ആൻഡ് എന്നും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ. സോ ഞാൻ ഈ വീഡിയോ ഇടുന്നത് വേറൊന്നുമല്ല, എൻ്റെ ആ ഒരു എന്താ പറയുക എനിക്ക് തന്നെ ഇൻസ്പയറിങ് ആയിട്ടുള്ള ഒരു ജേർണി ആയിരുന്നു ഇത്. അപ്പോൾ അത് ഞാൻ കുറച്ച് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇതെൻ്റെ ഇനീഷ്യൽ ഫസ്റ്റ് വീക്ക് ഓഫ് ജിം, ആ ഒരു ഇനീഷ്യൽ ഡേയ്സിലെടുത്ത വീഡിയോ ആണ്. ഈ വെയ്റ്റ്സ് ഒന്നുമല്ല ഞാൻ ഇപ്പോൾ എടുക്കുന്നത്, പക്ഷെ അന്ന് എനിക്ക് ഓർമ്മയുണ്ട് ഈ 6 കിലോ പോലും പൊക്കാൻ ഞാൻ കിടന്ന് കഷ്ടപ്പെട്ടത്. അപ്പോൾ അതൊരു സ്വീറ്റ് പെയിനാണ്, ഒരു സ്വീറ്റ് വീഡിയോ ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്. സോ അപ്പോൾ ഞാൻ ഓർത്തു ഇതൊന്ന് വീഡിയോ ആയിട്ട് ഇവിടെ അപ്ലോഡ് ചെയ്തേക്കാം. ഇതൊരു 3-4 മാസം മുമ്പത്തെ വീഡിയോ ആണ്. ആൻഡ് എനിക്ക് ഒത്തിരി ഇമ്പ്രൂവ്മെൻറ്റ്സ് ഞാൻ തന്നെ വിസിബിളായിട്ട് കാണുന്നുണ്ട്. ഐ എം സ്റ്റിൽ കണ്ടിന്യൂയിങ് മൈ ജിം. അപ്പോൾ എനിക്ക് ചിലരോട് കുറച്ച് ദേഷ്യം തീർക്കാനുണ്ട്, പറയാൻ പറ്റാതിരിക്കും. അത് ചവിട്ടുക, അത് നീ തള്ളി നീക്കുക. സൈഡ് കിക്ക് അയ്യാ അതിനെ സ്റ്റേബിളാ. ഇതാണോ ചവിട്ടും? ദേഷ്യം തീർന്നല്ല ഞാൻ കാണിച്ചാൽ ഇനി ഇവിടെ കിക്ക് ചെയ്യാൻ നോക്ക്. ഇങ്ങനെ എന്നെ വിളി. ഓക്കെ ആണോ? നീ കാലപ്പുറം മാറിന്ന് തൂത്തോ. അയ്യേ ട്രിപ്പിൾ കാണിച്ചരാ. മതി ഗൈസ്, എന്നോടുള്ള എല്ലാ ദേഷ്യവും ചവിട്ടി തീർക്കുവാണ്. മതിയടാ, പറഞ്ഞു തീർക്കാം. No, you're not. Exercise. എന്താ പറയുക, എനിക്കിതൊരു എൻ്റെ ഒരു സന്തോഷത്തിന് അല്ലെങ്കിൽ എൻ്റെ ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് ഇതിവിടെ കിടക്കട്ടെ എന്ന് വെച്ചാൽ അതാണ് ജസ്റ്റ് ഈ വീഡിയോൻ്റെ ഒരു ഇൻട്രോ. അപ്പോൾ നിങ്ങളിത് കാണുക. ആൻഡ് നിങ്ങൾക്കും അതിനുള്ള സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളും ജിമ്മിലൊക്കെ പോകണം. അപ്പം നമുക്ക് കിട്ടുന്ന ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് മാത്രമല്ല, ഒരു മെൻ്റൽ ഫിറ്റ്നസ്സും ഉണ്ട്. അപ്പോൾ അത് നിങ്ങളും എൻജോയ് ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്, നമ്മൾ JD പോകുമ്പോൾ ഞങ്ങൾ ആദ്യം സ്റ്റേ ചെയ്തുകൊണ്ടിരുന്ന സ്ഥലം ഒരു 40 മിനിറ്റ്സ് വാക്കിംഗ് ഡിസ്റ്റൻസ് ഉണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ജിമ്മിലേക്ക്.
അപ്പോൾ ഞാനിങ്ങനെ മറ്റേ മടി പിടിച്ച് ജിമ്മൊന്നും പോകാൻ ഇഷ്ടമില്ലാത്ത ടൈപ്പ് ആളല്ലായിരുന്നു. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഈവനിങ് ആയി കഴിയുമ്പോഴത്തേക്ക് എനിക്കിങ്ങനെ പോകാനും ആ ഒരു ചേഞ്ച് കൊണ്ടുവരാനും അതിനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യുമ്പോൾ അതിനൊരു വേറെ ഇമ്പാക്റ്റ് ആണല്ലോ അല്ലേ. പക്ഷേ സ്റ്റിൽ ഞാൻ പറയുമോ അതിൻ്റെ അകത്ത് പോയിട്ട് എനിക്ക് ഒട്ടും ഈസി ആയിരുന്നില്ല. ഞാൻ ഓർത്ത് നോക്കി എനിക്ക് അത്യാവശ്യം സ്ട്രെങ്ത് ഒക്കെ ഉണ്ടെന്നാണ്. പക്ഷേ എനിക്ക് ജിമ്മ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാണ് മനസ്സിലായത് എനിക്ക് ഒട്ടും സ്ട്രെങ്ത് ഇല്ല. പണ്ട് പറയാൻ നിനക്ക് കാലൊക്കെ കുറച്ചുകൂടെ മസിൽ ഗെയിൻ ചെയ്യണം, സ്ട്രെങ്ത് കുറച്ചുകൂടെ വേണം. പക്ഷേ എനിക്ക് ഹൈക്കിങ് ട്രക്കിങ് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അത്യാവശ്യം നന്നായിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ എൻ്റെ വിചാരം എനിക്ക് നല്ല ഒരു എന്താ പറയുക ഒരു സ്ട്രെങ്ത് ഒക്കെ ഉണ്ടെന്നായിരുന്നു. പക്ഷേ എല്ലാം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ശരിയായി. എനിക്ക് എന്നെക്കുറിച്ച് തന്നെ കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റി. ഏത് ഏരിയാസാണ് ഞാൻ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു അപ്പർ ബോഡി വർക്കൗട്ടാണിത്. ഒരു റാൻഡമായിട്ട് എൻ്റെ ഫേസ് നിങ്ങൾ കണ്ടോ, ഞാൻ ശരിക്കും ചത്താണ് ഓരോ സംഭവങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഐ നെവർ ഗേവ് അപ്പ്. പറഞ്ഞ ഇൻസ്ട്രക്ഷൻസൊക്കെ വളരെ നന്നായിട്ട് ശ്രദ്ധിച്ച് ഞാൻ ചെയ്യുന്നു. പക്ഷേ എനിക്കറിയാം ഈ വീഡിയോസിൽ കുറേ മിസ്റ്റേക്സൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷേ ഇനിഷ്യലി എല്ലാം കൂടെ ഒറ്റയടിക്ക് പറഞ്ഞ് നമുക്ക് ഒരാളെ കറക്റ്റ് ചെയ്യാനും പറ്റില്ലല്ലോ. അപ്പോൾ ആണെങ്കിലും ഓക്കെ 1 at a time പോലെ എനിക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുമായിരുന്നു. ആദ്യം ചിലപ്പോൾ ചെയ്യുന്ന പോസ്റ്റേഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കും, പിന്നെ പാർട്ട് ബൈ പാർട്ടായിരിക്കും കറക്റ്റ് ചെയ്ത് തരുന്നത്. പക്ഷെ ഞാൻ എന്താ പറയുന്നത് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എൻ്റെ ഉള്ളിലുള്ളതുകൊണ്ട് എനിക്കത് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ആൻഡ് അത്രയേ ഉള്ളൂ ഈ വീഡിയോ. പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് എൻ്റെ ഒരു ഇനീഷ്യൽ വർക്കിംഗ് റുട്ടീൻ അല്ലെങ്കിൽ എൻ്റെ ഒരു ഇനീഷ്യൽ ഫേസ് എനിക്ക് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് എനിക്ക് തിരിഞ്ഞു നോക്കാൻ ഒരു റെഫറൻസ് ആയിട്ടാണ് ഞാനിത് മെയിൻലി കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളും ചെറിയ ചെറിയ മൂവ്മെൻറ്റ്സ് എന്തെങ്കിലും നമ്മുടെ ബോഡി ഒരു എന്താ പറയുക ഒരു പ്രഷ്യസ് ഒരു സംഭവമാണ്. അപ്പോൾ നമ്മളതിനെ നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്യണം, നല്ല ഫുഡൊക്കെ ഇൻടേക്ക് ചെയ്യണം, ആൻഡ് നല്ലതായിട്ട് എക്സസൈസ് ചെയ്യണം, മൂവ് അറൗണ്ട്. ചുമ്മാ നടന്നാലും മതി. ആക്ച്വലി കാർഡിയോ ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഞാൻ പറഞ്ഞില്ല 40 മിനിറ്റ്സോളം നടന്നിട്ടാണ് നമ്മൾ ജിം എത്തിയത്. അപ്പോൾ തിരിച്ചും അത്രയും നടക്കാനുണ്ട്. അപ്പം ജസ്റ്റ് മൂവിങ് അറൗണ്ട് തന്നെ സഫീഷ്യൻ്റ് ആണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.